ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് വീട്ടിൽ അത്യാവശ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട ഒരു സാധനമാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ നമുക്കിന്ന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ധൃതിയുള്ളവർ അത് പോയി കണ്ടിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുക, അല്ലാത്തവർ ഇത് കണ്ടാലും മതി. അപ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് മടി പിടിക്കുന്ന ഒരു കാര്യമാണ് ഈ വെളുത്തുള്ളി പൊളിക്കുക, ഇഞ്ചി തൊലി കളയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ചിക്കൻ കറി വെക്കണമെങ്കിലും ഒരു മീൻ കറി വെക്കണമെങ്കിലും ഒക്കെ പെട്ടെന്ന് നമുക്ക് ഉള്ളി മാത്രം സവോള മാത്രമൊക്കെ എടുത്ത് വെച്ചാൽ മതി. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എപ്പോഴും ഈ വെളുത്തുള്ളി പൊളിക്കുക, ഇഞ്ചി എടുക്കുക, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് കുറച്ച് സഹായമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ വെളുത്തുള്ളി കൂടുതൽ വാങ്ങിച്ചിട്ട് ഇഞ്ചിയും വാങ്ങിച്ചിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി ഞാനങ്ങനെ വെക്കാറുണ്ട്. ഒരു ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു 6 മാസം വരെയൊക്കെ ഇരിക്കും. 6 മാസം വരെ, മാക്സിമം 6 മാസം വരെ ഇതൊക്കെ അങ്ങനെ വെക്കാവുള്ളൂ. ഒരുപാട് കാലം ഇതങ്ങനെ വെക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പം 6 മാസം വരെ, 6-7 മാസം വരെയൊക്കെ ഇരിക്കും. അല്ലാതെ നമ്മൾ നോർമൽ ഫ്രിഡ്ജിലാണ് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം വരെയൊക്കെ ഇരിക്കും. നമ്മൾ വെള്ളമൊന്നും ഉള്ള സ്പൂണൊന്നും ഇടാതെ അങ്ങനെ നന്നായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മാസം വരെയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയെല്ലാം നന്നായിട്ട് പൊളിച്ചിട്ട് നമ്മൾ വെള്ളമെല്ലാം കളയാൻ വേണ്ടിയിട്ട് ഒരു തുണിയുടെ മുകളിൽ വെച്ച് വെള്ളമെല്ലാം കളയാണ്. ഇപ്പം നമ്മൾ അളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി എത്രയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വെളുത്തുള്ളി എടുക്കണം. വെളുത്തുള്ളി വേണം കൂടുതൽ എടുക്കാനായിട്ട്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലിയൊക്കെ എളുപ്പമാവും. ഇതിൽ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും മിക്സിയിലിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണയും വിനാഗിരിയും അത് സെയിം അളവിൽ 1 ടീസ്പൂൺ അങ്ങനെ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് രണ്ടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലിൽ നമ്മളിത് സ്റ്റോർ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതിന് ഗ്ലാസ് ബോട്ടിൽ എടുക്കുമ്പോൾ അതിലൊട്ടും വെള്ളം ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നോക്കുക. അങ്ങനെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ എടുത്ത് ബോട്ടിലാക്കി നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് പെട്ടെന്നൊരു ക്വിക്കായിട്ടൊരു മീൻകറി ഉണ്ടാക്കിയാലോ. മീൻകറിയുടെ റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ കാര്യമായിട്ടുള്ള റെസിപ്പി ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ. പെട്ടെന്നൊന്ന് ഒരു മീൻകറി വെച്ച് നോക്കാം. തലക്കറിയാണ്, ചൂരയുടെ തല കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം തലക്കറി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പം നമുക്കൊന്നത് തലക്കറി വെച്ച് മീനിൻ്റെ മുളകിട്ടിട്ട് ഒന്ന് തലക്കറി വെച്ച് നോക്കാം.